കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിബന്ധനകൾ പാലിക്കാത്തതിനാൽ രജിസ്ട്രേഷൻ ലഭിക്കാതെ കട്ടപ്പുറത്തായ കെഎസ്ആർടിസി ബസ്സുകൾക്ക് ശാപമോക്ഷമാകുന്നു. ഈ ബസ്സുകൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കാനുള്ള നിബന്ധനകൾക്ക് ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഈ ആഴ്ചയോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ബസ്സുകൾ നിരത്തിലിറക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ജീവൻ ന്യൂസിനോട് പറഞ്ഞു. ജീവൻ ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തുകൊണ്ടുവന്നത്. ഭാരത് സ്റ്റേജ് 3 നിലവാരത്തിലുള്ള ഷാസികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ശേഷം കെഎസ്ആർടിസി ബോഡി നിർമ്മാണം പൂർത്തിയാക്കിയ 100-ലധികം ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ രജിസ്ട്രേഷൻ ലഭിക്കാതെ വിവിധ ഗാരേജുകളിൽ കെട്ടിക്കിടക്കുന്ന വാർത്ത ആദ്യം ജീവൻ ന്യൂസാണ് പുറത്തുവിട്ടത്. തുടർന്നാണ് ഈ ബസ്സുകൾക്ക് രജിസ്ട്രേഷൻ ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ വിവരം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ജീവൻ ന്യൂസിനോട് വ്യക്തമാക്കിയത്. ഈ ആഴ്ച തന്നെ വിവിധ ഗാരേജുകളിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള 140 ബസ്സുകൾ നിരത്തിലിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശരിയായ ഒരു കാര്യമാണ് ജീവൻ ടി.വി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം തന്നെ ഗവൺമെൻറ് അവർക്ക് പരിഹാരം കാണുന്നതിനുള്ള കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടിയ ഉത്തരവാണ് ഞാൻ തന്നിട്ടുള്ളത്. അടുത്ത ജൂൺ മാസം 17-ാം തീയതി വരെയോ മറ്റൊരു ഉത്തരവ് വരുന്നത് വരെയോ ആണ്. അപ്പോൾ നമുക്ക് സാവകാശം കിട്ടും. ഈ ആഴ്ച ബാക്കി എല്ലാ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യും. 140-ലധികം ബസ്സുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമയബന്ധിതമായി ബസ്സുകളുടെ ബോഡി നിർമ്മാണം പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നിശ്ചിത കാലാവധിക്കകം ആ വാഹനങ്ങൾ പൂർത്തിയാക്കി റോഡിലിറക്കി ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തന ഭാഗം കൂടിയാണത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? കഴിഞ്ഞ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് കൈയൊഴിയാം. പക്ഷെ അങ്ങനെ കഴിയൊഴിയുമ്പോൾ കോടികൾ വിലമതിക്കുന്ന ബസ്സാണ് ആർക്കും പ്രയോജനപ്പെടാതെ നശിച്ചു പോവുക. ഈ ബസ്സുകൾ സൂപ്പർ ക്ലാസ് സർവീസുകളിലേക്ക് മാറ്റും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഭാരത് സ്റ്റേജ് 3 നിലവാരത്തിലുള്ള ഷാസികൾ കെഎസ്ആർടിസി വാങ്ങിക്കൂട്ടിയത്. അതിനുശേഷം ലക്ഷങ്ങൾ വായ്പയെടുത്ത് ബസ്സുകളുടെ ബോഡി നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ ഭാരത് സ്റ്റേജ് 3 നിലവാരത്തിലുള്ള ഷാസികളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കി. ഇതാണ് കെഎസ്ആർടിസിക്ക് വലിയ തിരിച്ചടിയായത്. എന്നാലും കേന്ദ്ര സർക്കാരിൽ നിന്നും താൽക്കാലിക ഇളവ് ലഭിച്ചതിനാൽ ഈ ബസ്സുകൾ ഇനി നിരത്തിലിറക്കാനാകും. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം നൃപൻ ചക്രവർത്തി, ജീവൻ ന്യൂസ്.